ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ ജനുവരി 5 മുതൽ വിസ നിയമ ലംഘനങ്ങൾക്കുള്ള പുതിയ പിഴകൾ പ്രാബല്യത്തിൽ. താമസ നിയമലംഘകർ, നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവർ എന്നിവരുടെ മേൽ കനത്ത പിഴകൾ ചുമത്തും. സന്ദർശക വിസയിലെത്തി താമസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടർന്നാൽ ഓരോ ദിവസവും 10 ദീനാർ ഈടാക്കും. ഇത്തരക്കാർക്കുള്ള കൂടിയ പിഴ 2000 കുവൈറ്റി ദിനാറാണ്. ഗ്രേസ് പീരിയഡിന് ശേഷവും നവജാത ശിശുക്കളെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ആദ്യ മാസം പ്രതിദിനം 2 ദീനാറും തുടർന്നുള്ള മാസങ്ങളിൽ 4 ദീനാർ വീതവും പിഴ ചുമത്തും. ഇതിനുള്ള പരമാവധി പിഴയും 2000 കുവൈറ്റി ദിനാറാണ്. തൊഴിൽ വിസ ലംഘനങ്ങൾക്ക് ഗ്രേസ് പീരിയഡിന് ശേഷം ആദ്യ മാസം 2 ദീനാറും തുടർന്നുള്ള മാസങ്ങളിൽ 4 ദീനാറും പിഴ ചുമത്തും. ഇതിനുള്ള പരമാവധി പിഴ 1200 ദിനാറാണ്. സൗദി അറേബ്യയുടെ മിക്ക ഭാഗങ്ങളിലും ഇനിയുള്ള 4 ദിവസങ്ങളിൽ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഡിസംബർ 8 രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളെയും മിതമായതോ കനത്തതോ ആയ മഴ ബാധിക്കുമെന്ന് സൗദി നാഷണൽ സെന്റർ ഫോർ മെട്രോളജി വിഭാഗം മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇന്ന് ചില ഭാഗങ്ങളിലാണ് നല്ല മഴ രേഖപ്പെടുത്തിയത്. മഴയ്ക്കൊപ്പം കാറ്റുമുണ്ടായിരുന്നു. ആലിപ്പഴ വർഷവും തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്നും NCM അറിയിച്ചു. തബൂക്ക്, വടക്കൻ അതിർത്തികൾ, അൽ ജൗഫ്, മദീന, മക്ക, ഹായിൽ, അൽ ഖസീം, റിയാദ്, കിഴക്കൻ പ്രവിശ്യ, അൽബഹ, അസീർ എന്നീ പ്രദേശങ്ങളിൽ മഴ പ്രതീക്ഷിക്കുന്നതായാണ് പ്രവചനം. അതേസമയം ജനുവരി 7 ചൊവ്വാഴ്ച മുതൽ രാജ്യത്തുടനീളം മഴ പെയ്യുമെന്ന് ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. പ്രദേശത്തുടനീളം മേഘങ്ങളുടെ രൂപീകരണം വർദ്ധിക്കുന്ന ന്യൂനമർദ്ദം വ്യാപിപ്പിക്കുന്നതാണ് മഴയ്ക്ക് കാരണം. കാലാവസ്ഥാ നിരീക്ഷകർ പ്രധാനമായും നേരിയ മഴയാണ് പ്രവചിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിൽ മിതമായ അളവിൽ മഴ ലഭിച്ചേക്കാം. മഴ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളെയും ബാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ സ്ഥാനാരോഹണ ദിനത്തോടനുബന്ധിച്ച് ജനുവരി 12 ഞായറാഴ്ച ഒമാനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. വാരാന്ത്യ അവധി ഉൾപ്പെടെ തുടർച്ചയായി 3 ദിവസം ഒഴിവ് ലഭിക്കും. റിയാദ് മെട്രോയുടെ ഓറഞ്ച് ലൈനിൽ ഇന്ന് സർവീസ് ആരംഭിച്ചു. ഇതോടെ മെട്രോയിലെ 6 ലൈനുകളും പ്രവർത്തനം ആരംഭിച്ചു. ഡിസംബർ 1 ഒന്നാം ട്രാക്ക് ആയ ഉലയ്യ ബത്ഹ, 4-ാം ട്രാക്ക് കിങ് ഖാലിദ് എയർപോർട്ട്, 6-ാം ട്രാക്ക് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ജംഗ്ഷൻ, ഷെയ്ഖ് ഹസൻ ബിൻ ഹുസൈൻ എന്നീ 3 റൂട്ടുകളിൽ സർവീസ് ആരംഭിച്ചിരുന്നു. ഡിസംബർ 15 മുതൽ 2-ാം ട്രാക്കായ കിങ് അബ്ദുള്ള റോഡ്, 5-ാം ട്രാക്ക് കിങ് അബ്ദുൽ അസീസ് റോഡ് എന്നീ റൂട്ടുകളിലും സർവീസ് ആരംഭിച്ചിരുന്നു. 3-ാം ട്രാക്കായ മദീന റോഡിൽ ഇന്നു മുതൽ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. റിയാദ് മെട്രോ പൂർത്തിയായിരിക്കുന്നത് പ്രതിദിനം 11.6 ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയിലാണ്. റിയാദ് മെട്രോയുടെ 40% ട്രാക്കുകളും ഭൂമിക്കടിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഡിസംബർ 1 മെട്രോ സർവീസ് ആരംഭിച്ചത്. ഒമാനിൽ അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷൻ റെസിഡൻഷ്യൽ വലിയ നോൺ റെസിഡൻഷ്യൽ ഉപഭോക്താക്കൾക്ക് പുതുക്കിയ വൈദ്യുതി താരിഫുകളും വൈദ്യുതി കണക്ഷൻ വിതരണ ഫീസും പ്രഖ്യാപിച്ചു. എനർജി ആൻഡ് മിനറൽസ് മന്ത്രിയും അതോറിറ്റിയുടെ ബോർഡ് ചെയർമാനുമായ സാലിം ബിൻ നാസർ അലി അൽഫിയുടെ അംഗീകാരത്തെ തുടർന്നാണിത്. പുതുതായി പ്രഖ്യാപിച്ച താരിഫുകൾ നിലവിലുള്ള ബാധകമായ നിരക്കുകൾക്ക് അനുസൃതമാണെന്നും നിയമപരമായ ആവശ്യകതകൾ നിറവേറ്റുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും വരിക്കാർക്കും ഓപ്പറേറ്റർമാർക്കും താരിഫ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തത നൽകുന്നതിനുമായി പ്രസിദ്ധീകരിച്ചതാണെന്നും അതോറിറ്റി വ്യക്തമാക്കി. വാർഷിക വൈദ്യുതി ഉപഭോഗം 100 മെഗാവാട്ട് മണിക്കൂറിൽ കൂടുതലുള്ള നോൺ റെസിഡൻഷ്യൽ സബ്സ്ക്രൈബർമാർക്ക് നിയന്ത്രണം ബാധകമാണ്. താരിഫുകൾ ബന്ധപ്പെട്ട പങ്കാളികളുമായി ഏകോപിപ്പിച്ച് അതോറിറ്റി വർഷം തോറും അവലോകനം ചെയ്യുകയും നിർണ്ണയിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് നടപടി. ഇതുപ്രകാരം റെസിഡൻഷ്യൽ ഇലക്ട്രിസിറ്റിക്കായുള്ള അംഗീകൃത താരിഫ് ഇനി പറയും പ്രകാരമാണ്. റെസിഡൻഷ്യൽ സബ്സ്ക്രൈബർമാർക്ക് അവരുടെ ഉപഭോഗത്തെയും അക്കൗണ്ട് തരത്തെയും അടിസ്ഥാനമാക്കിയുള്ള വൈദ്യുതി താരിഫുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 4000 കിലോവാട്ട് വരെയുള്ള ഉപഭോഗത്തിന് 1 കിലോവാട്ടിന് 14 പൈസ, 4001 മുതൽ 6000 വരെ കിലോവാട്ട് ഉപഭോഗത്തിന് കിലോവാട്ടിന് 18 പൈസ, 6000 കൂടുതൽ കിലോവാട്ട് ഉപഭോഗത്തിന് കിലോവാട്ടിന് 32 പൈസ, 4000 കിലോവാട്ട് വരെയുള്ള ഉപഭോഗത്തിന് കിലോവാട്ടിന് 22 പൈസ, 4001 മുതൽ 6000 വരെ കിലോവാട്ട് ഉപഭോഗത്തിന് കിലോവാട്ടിന് 26 പൈസ,
6000-ൽ കൂടുതൽ ഉപഭോഗത്തിന് കിലോവാട്ടിന് 32 പൈസ. നോൺ റെസിഡൻഷ്യൽ അഗ്രികൾച്ചറൽ വിഭാഗങ്ങൾക്കുള്ള താരിഫുകൾ. 1 കിലോവാട്ടിന് 25 പൈസ എന്ന ഫ്ലാറ്റ് നിരക്ക് എല്ലാ ഉപഭോഗ തലങ്ങളിലും ബാധകമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച അവസാനിച്ച റെസിഡൻസി നിയമലംഘകർക്കുള്ള UAE പൊതുമാപ്പ് ദുബൈയിലെ 2.36 ലക്ഷം പ്രവാസികൾ പ്രയോജനപ്പെടുത്തിയതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു. 15,000-ലധികം ഇന്ത്യക്കാർക്ക് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കായി എത്തിയതായി കോൺസുലേറ്റ് അധികൃതരും അറിയിച്ചു. ഇവരിൽ 2,117 ഇന്ത്യക്കാർ UAEയിൽ തുടരാനും 3,700 പേർക്ക് രാജ്യം വിടുന്നതിനുള്ള എക്സിറ്റ് പേപ്പർ നൽകിയതായും കോൺസുലേറ്റ് വ്യക്തമാക്കി. അതേസമയം 4 മാസമാണ് അധികൃതർ UAE വിസ നിയമലംഘകർക്ക് പൊതുമാപ്പ് നൽകിയത്. ആദ്യം ഒക്ടോബർ അവസാനം വരെയായിരുന്നു കാലാവധി അനുവദിച്ചിരുന്നതെങ്കിലും ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ എത്തുന്നവരുടെ തിരക്ക് പരിഗണിച്ച് 2 മാസത്തേക്ക് കൂടി നീട്ടി നൽകുകയായിരുന്നു. ഇതുപ്രകാരം ഡിസംബർ 31-നാണ് ചൊവ്വാഴ്ച പൊതുമാപ്പ് കാലാവധി അവസാനിച്ചത്. UAE റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവർക്ക് ഒന്നുകിൽ രാജ്യം വിടാനോ അവരുടെ പദവി നിയമവിധേയമാക്കിയ ശേഷം രാജ്യത്ത് തുടരാനോ അവസരം നൽകുന്നതായിരുന്നു പൊതുമാപ്പ്. വിവിധ ഇന്ത്യൻ പ്രവാസി സംഘടനകളുടെ പങ്കാളിത്തത്തോടെയാണ് ഇന്ത്യക്കാരായ 15,000-ലധികം റെസിഡൻസി നിയമലംഘകർക്ക് ദുബായ് കോൺസുലേറ്റ് സേവനങ്ങൾ നൽകിയതെന്ന് അധികൃതർ അറിയിച്ചു. പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലും അൽ അവേർ ആംനസ്റ്റി സെന്ററിലും സൗജന്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിച്ചിരുന്നു. UAE വിസ പൊതുമാപ്പ് സംരംഭത്തിന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഇത് ഇന്ത്യൻ പ്രവാസികൾക്ക് ഏറെ സഹായകരമായതായും കോൺസുലേറ്റ് അറിയിച്ചു. അതേസമയം 28 വർഷം നിയമവിരുദ്ധമായി ദുബൈയിൽ താമസിച്ചതിന് 8.78 ലക്ഷം ദിർഹം പിഴ നൽകേണ്ടിയിരുന്ന ഒരു ഇന്ത്യൻ പ്രവാസിയുടെ മുഴുവൻ പിഴയും പൊതുമാപ്പ് കാരണം ഒഴിവാക്കി നൽകിയതായി അധികൃതർ അറിയിച്ചു. അങ്ങനെ 28 കൊല്ലത്തിന് ശേഷമാണ് 66 വയസ്സുള്ള ഇന്ത്യൻ പ്രവാസിക്ക് സ്വന്തം നാട്ടിലേക്ക് പോകാൻ സാധിച്ചത്. പൊതുമാപ്പ് സേവനങ്ങളുടെ ഭാഗമായി വിവിധ ഇന്ത്യൻ പ്രവാസി സംഘടനകളുടെ പങ്കാളിത്തത്തോടെ 2,117 പാസ്പോർട്ടുകൾ, 3,589 എമർജൻസി സർട്ടിഫിക്കറ്റുകൾ, 3,700-ലധികം എക്സിറ്റ് പെർമിറ്റുകൾ എന്നിവ ഉൾപ്പെടെ ലഭ്യമാക്കിയാണ് 15,000-ലധികം പേർക്ക് ഇന്ത്യൻ കോൺസുലേറ്റ് സേവനങ്ങൾ നൽകിയത്. അന്വേഷകർക്ക് തങ്ങൾ മികച്ച രീതിയിൽ പിന്തുണയും സഹായവും നൽകിയതായും UAE അധികാരികളിൽ നിന്നും ഫീസ് പിഴ ഇളവുകൾ നേടിക്കൊടുക്കുന്നതിൽ കോൺസുലേറ്റ് സജീവമായി ഇടപെട്ടതായും അതിലൂടെ നിരവധി വ്യക്തികൾക്ക് പ്രയോജനം ലഭിച്ചതായും മിഷൻ കൂട്ടിച്ചേർത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.